ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഏറ്റവും പ്രിയപ്പെട്ട വചന ഭക്തരായ ശുശ്രൂഷകരെ, 36-40 കൊല്ലത്തോളം ദൈവവചന ശുശ്രൂഷയിൽ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്ത, നേരം വെളുക്കുമ്പോൾ പകൽ വെളിച്ചം വീശുമ്പോൾ തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി വൈകുന്നേരം വരെ ശുശ്രൂഷയിൽ വ്യാപരിച്ചിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജെയ്മി ബ്രദറിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:11, തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവ് കൊണ്ട് ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ. ഈ വചനം ജെയ്മി ബ്രദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയിൽ അത് സാർത്ഥകമായിരുന്നു എന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു വചനം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ. ജീവിതത്തിൽ ധാരാളം സഹനങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ് ജെയ്മി. രോഗപീഠകൾ കുടുംബത്തിലുണ്ടായിരുന്നു, ജെയ്മി ബ്രദറിനുണ്ടായിരുന്നു, മകൾക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും പരാതി കൂടാതെ സമചിത്തതയോടെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ആ സഹനങ്ങളെ സ്വീകരിക്കുകയും മറ്റുള്ളവർക്കെല്ലാം ഒരു സൽമാതൃക, ഒരു ഉത്തേജനം എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ദിവസം മുഴുവൻ ദൈവവചന ശുശ്രൂഷയിൽ ദൈവജനത്തെ ശുശ്രൂഷ നേതൃത്വം കൊടുത്ത് നയിക്കുവാൻ തൽപരനായിരുന്ന ജെയ്മി കുടുംബ അംഗങ്ങളുടെ കാര്യത്തിലും അങ്ങേയറ്റം പക്വതയോടെ, സ്നേഹത്തോടെ കുടുംബത്തെ നയിച്ചിരുന്നു. പരാതി കൂടാതെ ഉള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നല്ല സാക്ഷ്യമുള്ളൊരു ജീവിതമായിരുന്നു. നമ്മുടെ ഇടയിൽ നിന്ന് ജെയ്മി വേർപിരിഞ്ഞ് പോകുമ്പോൾ മാനുഷികമായ രീതിയിൽ അത് വലിയ നഷ്ടമാണെങ്കിലും നമുക്ക് 100% എന്ന പോലെ പ്രത്യാശയോടെ ഓർക്കാവുന്നൊരു കാര്യമാണ്, മരണശേഷവും ജെയ്മി സ്വർഗത്തിൽ ചെന്ന് ഈ 40 കൊല്ലം ചെയ്ത ശുശ്രൂഷ അതിനേക്കാൾ കുറേ കൂടെ ഭംഗിയായി മഹത്വത്തോടെ ചെയ്യും. മധ്യസ്ഥം വഹിച്ച് അനേകായിരങ്ങളെ, 10,000-ങ്ങളെ സഹായിക്കുവാൻ തൽപരനായിരിക്കും എന്ന് നമുക്കറിയാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ലക്ഷോപലക്ഷം പേര് ധ്യാനം കൂടി പോയവർക്ക് വേണ്ടിയും ഇനി വന്ന് ധ്യാനത്തിൽ സംബന്ധിച്ച് ആത്മീയ നവീകരണം പ്രാപിക്കാൻ ഉള്ളവർക്ക് വേണ്ടിയും അനേകായിരം രോഗികൾക്ക് വേണ്ടിയുമെല്ലാം മധ്യസ്ഥം വഹിക്കാൻ സ്വർഗത്തിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് എന്ന് നമുക്ക് പ്രത്യാശിക്കാം, സന്തോഷിക്കാം. അതേസമയം ജെയ്മി ബ്രദറിൻ്റെ ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജെയ്മി ബ്രദറിൻ്റെ മരണം ഒരു നഷ്ടമല്ല, ഒരു നേട്ടമായി അവർക്കും നമുക്കും എല്ലാവർക്കും അനുഭവപ്പെടട്ടെ. ഈ നല്ല മരണത്തിന് ശുശ്രൂഷ ദിവസങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്താതെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ ഈ നല്ല മരണത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം. ജെയ്മിയുടെ ആത്മശാന്തിക്ക് വേണ്ടി, സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെയ്മിയുടെ കുടുംബത്തെ പ്രത്യേകമായി ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ഇനിയുള്ള അവരുടെ ജീവിതം സന്തോഷത്തിൻ്റെയും ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെയും ആത്മാഭിഷേകത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദിവസങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.